മക്കളെ ഇങ്ങോട്ട് നോക്കൂ. ഇത് ഏതായിരുന്നു അക്ഷരം? അതെ, അലിഫ്. ഏതായിരുന്നു? അലിഫ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കൂടെ വേറൊരു അക്ഷരത്തെ കുറിച്ച് കൂടി ഉസ്താദ് പറഞ്ഞു തരാം. അലിഫ് പഠിക്കുമ്പോൾ കൂടെ പഠിക്കേണ്ട ഒരു അക്ഷരം. ഇതേതാ അക്ഷരമെന്ന് മക്കൾക്ക് അറിയാമോ? അതേ, ചില മക്കൾ പറയുന്നുണ്ട് ഈ അക്ഷരമാകുന്നു ഹംസ. ഹംസ ഹംസ ഈ അക്ഷരത്തിന് ഹംസ എന്നാണ് പറയുക. മക്കൾ പഠിച്ചല്ലോ, ഇത് അലിഫ്. ഹംസ അലിഫ് ഹംസ. മാഷാ അല്ലാഹ്, നല്ല മക്കള് ബോർഡിലേക്ക് ശ്രദ്ധിക്കണേ. ഉസ്താദ് ശ്രദ്ധിക്കുന്നുണ്ടാ? ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഉസ്താദ് അലിഫ് വരച്ചു, അലിഫ് എഴുതി. ഇതിൻ്റെ മുകളിൽ ഒരു വര വരച്ചു. ഈ വരയുടെ പേരെന്നറിയാമോ? അറിയാമോ? അതെ, ചില മക്കൾ പറയുന്നുണ്ട് ഫത്ഹ്, ഫത്ഹ്, ഫത്ഹ് എന്നൊക്കെ പറയും. ഫത്ഹ്, ഫത്ഹ്. അലിഫിന് മുകളിൽ ഇങ്ങനെ ഫത്ഹ കൊടുത്താൽ നാം എന്തു പറയണം? അതെ, ആ എന്ന് പറയണം. അലിഫിനു മുകളിൽ ഫത്ഹ കൊടുത്താൽ നമ്മൾ പറയും ആ. അലിഫിനു മുകളിൽ ഫത്ഹ കൊടുത്താൽ നമ്മൾ പറയും ആ. അലിഫിനു മുകളിൽ ഫത്ഹ കൊടുത്താൽ നമ്മൾ പറയും ആ. മക്കൾ മനസ്സിലാക്കണം, നമ്മൾ അലിഫ് കഴിഞ്ഞിട്ടൊരു വേറൊരു അക്ഷരം പഠിച്ചില്ലായിരുന്നു? അതെ, ഹംസ. ഈ ഹംസക്ക് മുകളിൽ ഫതഹ കൊടുത്താലും എന്തു പറയണം? ആ എന്ന് തന്നെ പറയണം. ഹംസിനു മുകളിൽ ഫതഹ കൊടുത്താൽ നമ്മൾ പറയും ആ. ഹംസിനു മുകളിൽ ഫതഹ കൊടുത്താൽ നമ്മൾ പറയും ആ. ഇനി മക്കൾ മനസ്സിലാക്കണം, ഒരു അലിഫ് കൊടുത്തു, അതിനു മുകളിൽ ഹംസ കൊടുത്തു, അതിനു മുകളിൽ ഫതഹ കൊടുത്തു. ഇപ്പോഴും പറയേണ്ടത് ആ എന്ന് തന്നെയാണ്. ഈ മൂന്നക്ഷരങ്ങളും ഉച്ചരിക്കേണ്ടത് മൂന്നക്ഷരങ്ങളല്ല, ഒറ്റ അക്ഷരങ്ങളാണ്. ഇതിൻ്റെ എഴുത്ത് രീതിയാണ്. ഇങ്ങനെ എഴുതിയാലും ആ എന്ന് വായിക്കും, ഇങ്ങനെ എഴുതിയാൽ ആ എന്ന് വായിക്കും, ഇങ്ങനെ എഴുതിയാൽ ആ എന്ന് വായിക്കും. ആ ആ ആ. ഇനിയും വേറെ രൂപത്തിലൊക്കെ ആ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, വരും ക്ലാസ്സുകളിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.